പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നടപടി പുസ്തകം 10:41 വായിച്ചേ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 10:40-41. അപ്പോസ്തല പ്രവർത്തനം 10:40-41. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. എല്ലാവർക്കുമല്ല സാക്ഷികളായി ദൈവം മുൻകൂട്ടി തിരഞ്ഞെടുത്ത ഞങ്ങൾക്ക് മാത്രം. അപ്പൊ 2-3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉള്ളത്. എന്താ കാര്യം? ഒന്ന് വായിച്ചു 10:40-41 വായിച്ച്. എന്നാൽ ദൈവം അവനെ മൂന്നാം ദിവസം ഉയർപ്പിക്കുകയും പ്രത്യക്ഷനാക്കുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാണ്? പ്രത്യക്ഷനാവുകയല്ല, പിന്നെന്താണ്? പ്രത്യക്ഷൻ ആക്കുകയാണ്. ഈ പ്രത്യക്ഷീകരണമെല്ലാം ആക്കുകയാണ് ചെയ്യണത്. ഇപ്പം കൃപാസനത്താറെ ജീവനോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടത് പ്രത്യക്ഷ ആയതല്ല ശരിക്കും പറഞ്ഞ. പിന്നെന്താണ്? ദേവപിതാവ് ആക്കിയതാണ്. അപ്പം അപ്പോഴും നമ്മൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് ഈ വിഷയത്തിൽ പിതാവ് പ്രൈമറി ഇൻട്രസ്റ്റ് ആരുടേതാണ്? പിതാവായ ദൈവത്തിൻ്റെ ഇൻട്രസ്റ്റാണ്. കാര്യം അമ്മയെ പ്രത്യക്ഷയാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും പറയണം, എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമെന്ന് പറയണം. മനസ്സിലായില്ലേ? പ്രാർത്ഥന അങ്ങനെ പോകേണ്ടത്. എന്നെയും എന്ന് പറഞ്ഞ എന്നെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷി ആക്കണമേ. ഇവിടെ വിഷയം എന്ന് പറയണത് എല്ലാവർക്കും അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ദൈവാനുഭവത്തെ പറ്റി പറയുമ്പോഴേ എല്ലാവർക്കും നമുക്ക് ഇപ്പോൾ എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞാലും എല്ലാവരും സ്വീകരിച്ചോ എന്നുള്ളത് വേറെ വിഷയമാണ്. ഇതാണ് പ്രശ്നം. ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ് എല്ലാവരിലേക്കും ഞാൻ എൻ്റെ ആത്മാവിനെ അയക്കും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. ജോയേൽ 2:28. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം വാക്യം. അന്ന് ഇങ്ങനെ സംഭവിക്കും. ഏറ്റു പറഞ്ഞ് അന്ന് ഇങ്ങനെ സംഭവിക്കും. എല്ലാവരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പ്രൈസ് ദി ലോർഡ്. അത് കോമൺ പോളിസിയാണ്, ജനറൽ പോളിസിയാണ്. ദൈവം ആരെയും മാറ്റി നിർത്തണില്ലെന്ന് എൻ്റെ അർത്ഥം. മനസ്സിലായില്ലേ? എല്ലാവരെയും ആണ് സ്വീകരിക്കണത്. പക്ഷേ ഉള്ളൊരു പ്രോബ്ലം, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. വർഷിച്ച അണ്ണന്മാരെല്ലാവരും സ്വീകരിച്ചോ? ദാറ്റ്സ് അതർ പ്രോബ്ലം. അതാണ് അവിടെയാണ് അപകടം കിടക്കുന്നത്. അത് ദൈവത്തിൻ്റെ കോമൺ പോളിസിയാണ്. ദൈവം പക്ഷപാതരഹിതനാണെന്ന് എഴുതിയിട്ടില്ലേ? ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവർത്തനം 10:34. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്ന്. അതാ പ്രശ്നം. ഞാൻ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ അയക്കുമെന്ന് ജോയേൽ 2:28 പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം ഇത്രയേ ഉള്ളൂ, ദൈവത്തിന് പക്ഷപാതമില്ല, അത്രേ ഉള്ളൂ. ആരെയും മാറ്റി നിർത്തിയിട്ട് അവർക്ക് കൊടുക്കണ്ട, ഇവർക്ക് കൊടുത്താൽ മതി എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയില്ല. ദൈവത്തെ അന്വേഷിക്കുന്ന ആർക്കും ദൈവം കൊടുക്കും. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നം എവിടെയാണ്? ഈ കൊടുക്കുന്ന ആൾക്കാർ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ്. അതാണ് അവനെ സ്വീകരിച്ചവർക്കെല്ലാം എന്ന് പ്രത്യേക ഈശോ പറയണത്. യോഹന്നാൻ 1:12. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം. ഏറ്റു പറഞ്ഞ തന്നെ സ്വീകരിച്ചവർക്ക് എല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കപ്പാസിറ്റിയാണ്, കഴിവാണ്. അതായത് ഞാൻ അന്നാൾ എൻ്റെ ആത്മാവിനെ എല്ലാവർക്കും നൽകി. പക്ഷെ എല്ലാവരും സ്വീകരിക്കണം നിർബന്ധമില്ല. സ്വീകരിക്കുന്നവർക്ക് എന്താ സംഭവിക്കണത്? ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. പക്ഷേ സ്വീകരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള കഴിവ് വരണത് എങ്ങനെയാണ്? അവരെ എപ്പോഴാണ് വരണത്?
അവർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. അതാണ് 8:14 എടുത്ത്, റോമ 8:14 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. റോമ 8:14. റോമ 8:14. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ഇപ്പം ഈ യോഹന്നാൻ 1:12 റോമ 8:14 തമ്മിലാ ലിങ്ക്. എന്താ കാര്യം? സ്വീകരിച്ചവർക്കെല്ലാം പറഞ്ഞേ, സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ കഴിവെന്ന് പറഞ്ഞ എന്താ? സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളായ കഴിവ്. ആ മക്കളുടെ കഴിവ് എങ്ങനെ വരണത്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. അതൊക്കെ മുമ്പ് വേറെ സംഭവമുണ്ട്. ലോകാത്മാവുണ്ട്, പിന്നെന്തുണ്ട്? ദുഷ്ടാത്മാവുണ്ട്. ഈ സംഭവത്തിനൊക്കെ അതുകൊണ്ടാണ് ജ്ഞാനസ്ഥാനപ്പെടുന്ന മുമ്പ്, ഇപ്പം ഇന്നലെയൊക്കെ ഞങ്ങൾ പള്ളിയിൽ ജ്ഞാനസ്ഥാനം പുതുക്കിയായിരുന്നു. അപ്പം ചോദിക്കും, എന്താണ് നിങ്ങൾ പിശാചിനെ ഉപേക്ഷിക്കുന്നുവോ, അവൻ്റെ ആർഭാടങ്ങൾ ഉപേക്ഷിക്കുന്നുവോ എന്ന് വെച്ചാൽ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ പറയുകയാണ്. ദൈവാത്മാവ് നയിക്കപ്പെടണം. പൊരുത്തം കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് 50,000 നല്ല നോട്ട് തന്നാൽ മതി, നിങ്ങൾക്ക് 1,00,000 കള്ള നോട്ട് തരാമെന്ന് പറയുമ്പോൾ 10 ആൾക്കാർ അപ്പം തന്നെ വന്ന് വീഴും. തീർന്നില്ല പരിപാടി. ഈ രാഷ്ട്രത്തെ കൊല്ലണ പരിപാടിയാണെന്ന് പറഞ്ഞാലും നമുക്ക് മടിയിൽ എന്തെങ്കിലും കിട്ടണ പരിപാടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അതാണ് ലോകാത്മാവ്. അവിടെയാണ് പ്രശ്നം. ഇത് ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങൾ ഈ മഴ പെയ്യുമ്പോൾ മുഴുവൻ വെള്ളത്തലയെ വീണ പോലെ പരിശുദ്ധാത്മാവ് തലയിൽ വീഴണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. എന്താണ്? ദൈവാത്മാവിനാൽ നയിക്കപ്പെടണം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ മുല കൂടി മാറുന്നുമ്പോൾ തന്നെ വേറൊരു കുഞ്ഞും ജനിക്കാൻ പോകണം, പ്രഗ്നൻ്റായി. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, എടോ ഇത് നമ്മൾ വിചാരിച്ചില്ലല്ലാടോ ഇങ്ങനെ, അത് കളഞ്ഞേക്കാമെന്ന് ഭർത്താവ് പറഞ്ഞു. എന്നാൽ കളയാമെന്ന് അമ്മയും പറഞ്ഞു. അവരെങ്ങനെ അവർ കൊലപാതകമല്ലേ, രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ടല്ല കൊലപാതകം ചെയ്തിരിക്കണേ, ചെയ്യാൻ പോണത്. അങ്ങനെ ചിന്തിച്ചാൽ തന്നെ പരിശുദ്ധാത്മാവ് അപ്പം തന്നെ ആ രാജ്യത്തു നിന്ന് പോകും. എന്താ കാര്യം? അവർ ദുഷ്ടാത്മാവിനാൽ ആണ് നയിക്കപ്പെടുന്നത്. എന്താ കാര്യം അല്ലേ? ദുഷ്ടാത്മാവിന് നയിക്കപ്പെടും. ദൈവാത്മാവ് നയിക്കപ്പെടുന്ന മുമ്പ് നിങ്ങൾക്ക് പലരും ഗതി പിടിക്കാത്തതിൻ്റെ കാര്യം കയ്യിരിപ്പിൻ്റെ കുഴപ്പമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ ദൈവത്തെ നിങ്ങളുടെ സൗകര്യത്തിന് പറ്റുന്നൊരു ദൈവത്തെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. അങ്ങനെ ഒരു ദൈവമില്ല. ദൈവമില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. എന്താ കാര്യം? നിങ്ങളുടെ സൗകര്യത്തിന് പറ്റിയൊരു ദൈവമില്ല. നിങ്ങൾക്കിപ്പോൾ ഒരു കൊച്ചു ജനിച്ച് അതിന് മുല കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ പ്രഗ്നൻ്റായി. അപ്പോൾ പറഞ്ഞു, ഇത് വല്ലാത്ത അവസ്ഥയായല്ല. നാത്തും പ്രഗ്നൻ്റായിട്ട് വീട്ടിൽ വന്ന് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ അമ്മായിയമ്മക്ക് എനിക്ക് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ 2ാമത്തെ പ്രസവത്തിന് പോകാൻ പറ്റത്തില്ല, അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ അമ്മായിയമ്മയും പറയും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അപ്പോൾ ഈ കക്ഷികളെല്ലാം കൂടി കൊച്ചിനെ കൊല്ലും. അവിടുത്തെ അമ്മായിയമ്മയും ഇവിടുത്തെ അമ്മയും നിങ്ങളെ ഭാര്യയും ഭർത്താവും എല്ലാം കൂടി കൊല്ലും. ഇതിനെ പിടിച്ചു നിൽക്കണം. വാടകയ്ക്ക് പോയാലും ഒറ്റയ്ക്ക് പ്രസവിച്ചാലും ഞാൻ എന്നെ കൊല്ലത്തില്ലെന്ന് പറയലേ. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ദൈവം തന്നിക്ക് ടെസ്റ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലാതെ പോയി. അവിടെയാണ് വിഷയം വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ കർത്താവ് പറയും പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. കാര്യം ഇത് ഉണ്ടായിട്ട് വേണം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ട് വേണം നിങ്ങൾ ദുഷ്ടാത്മാവിനാണ്, ലോകാത്മാവിനാണ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് തീരുമാനമെടുക്കാൻ. അതാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് പറയാൻ കാര്യം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 18:7. മത്തായി 18:7. പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം. ദുരിതമല്ലേ? ഇതുപോലെ ഓപ്ഷൻ വന്നാൽ നമ്മൾ വിട്ടുപോകത്തില്ലേ? ദുരിതമല്ലേ? പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ ഇതിൻ്റെ കള്ളനും വെള്ളി കള്ളനാണയം ഉണ്ടല്ലോ. ഞാൻ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും
അവിടെ അസ്ഥിയായിട്ട് കൊണ്ടു കഴിഞ്ഞാൽ ദൈവത്തിനെ എടുത്ത് ദൂരക്കളയും. അത് കള്ളനാണയം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണ്. കാര്യം കള്ളനും വെള്ളിയും അറിയണമല്ലോ. അപ്പോൾ അത് എപ്പോഴും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവാത്മാവിലേക്ക് നമ്മളെ ക്ലാസ് കയറ്റം കിട്ടാൻ വേണ്ടി നമ്മളുടെ നിലപാടുകൾ വ്യക്തം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡിക്ലറേഷൻ പറയണത്. ഡിക്ലറേഷൻ, പ്രലോഭനങ്ങൾ എന്ന് പറഞ്ഞ ഡിക്ലറേഷനാണ്. എൻ്റെ പേര് രഹന, ഇതെൻ്റെ ഭർത്താവ് ശ്രീകാന്ത്, മകൾ ഗോപിക. ഞങ്ങൾ ആലുവയിൽ നിന്ന് വരുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിന്. 2024 ഏപ്രിൽ 24 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉപ്പും ഭക്ഷണത്തിൽ കൊടുക്കുകയും തൈലം ദിവസവും നെറ്റിയിൽ ചാർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു 6 മാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ മാതാവും തിരുക്കുമാരനും സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് 2023 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് 3-4 മാസം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് അദ്ദേഹം ജോലിയിൽ മീൻസ് ഈ മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിൽ ചില സമയത്ത് പോകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് ഒരു 3-4 മാസം വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം കൃപാസനത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്താണ് ആകസ്മികമായിട്ട് എൻ്റെ മൊബൈലിൽ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ അത് റിപ്പീറ്റഡ്ലി ഞാൻ ആ സാക്ഷ്യം കേട്ടു. അതെവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞിരുന്നവരോട് ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയുകയും ഏപ്രിൽ 22 2024 ഏപ്രിൽ 22 ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ 22 ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. 23 രാവിലെയും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എങ്ങനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ മകളോട് പറഞ്ഞു, നാളെ നമുക്ക് ഉടമ്പടി എടുക്കാം, കൃപാസനത്തിൽ പോകാം. ഇങ്ങോട്ടുള്ള വഴി പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആലുവയിൽ നിന്ന് ബസ് കയറിയാൽ മതി, ആ ബസ്സിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടാവും വഴികാട്ടിയായിട്ട് എന്ന്. അങ്ങനെ പക്ഷേ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 2 സ്റ്റോപ്പിന് ശേഷം ഒരു അമ്മയും അവരുടെ മകനും വന്നിരുന്നു. അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിലേക്കാണ്. അവരവരുടെ പ്രശ്നവും ഞാൻ എൻ്റെ പ്രശ്നവും പറഞ്ഞ് ഉടനെ അവരെന്നോട് പറഞ്ഞത് ഇനി വിഷമിക്കേണ്ടി വരില്ല, കാരണം അമ്മയെ ഏൽപ്പിച്ചോളൂ എല്ലാം എന്നാണ്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അതുവരെയും ഇല്ലാത്ത ഒരു കരച്ചിലായിരുന്നു ഞാനിവിടെ നിന്ന് കരഞ്ഞത്. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിലേറെ സന്തോഷത്തോടു കൂടിയാണ്. അന്ന് കരഞ്ഞ കരച്ചിൽ പിന്നെ എനിക്ക് സങ്കടപ്പെട്ട് കരയേണ്ടി വന്നിട്ടില്ല. മാതാവും തിരുക്കുമാരനും അതിനെനിക്ക് ഇടവരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പതിയെ എൻ്റെ ഭർത്താവിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങോട്ട് പ്രാർത്ഥന സമയം ആവശ്യപ്പെടുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരികയും ചെയ്തു. അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം എൻ്റെ പുതുക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനും ഉടമ്പടി എടുത്താൽ എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ലതായിരിക്കും, കാരണം മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ. അങ്ങനെ ഓഗസ്റ്റ് 24 ഞാനും അദ്ദേഹവും കൂടി വന്ന് ഇവിടെ ഉടമ്പടി അദ്ദേഹം എടുക്കുകയും ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുതുക്കലുമാണ്. ആ ജോലി കാരണം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ജോലിയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കുമായിരുന്നു.
അതോടുകൂടി പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ചെയ്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു അവരോട്. പക്ഷേ ഇപ്പോൾ എത്ര ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയെങ്കിലും ചിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന് ജോലി കിട്ടി. അതിനുശേഷം കാരണം നമുക്ക് ജോലിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി, പക്ഷെ അതും സക്സസ് ആയിരുന്നില്ല. അങ്ങനെ ജോലിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് 24 സെപ്റ്റംബർ 30 ഇന്നൊരു വർഷം തികയാണ്. അദ്ദേഹത്തിന് സെപ്റ്റംബർ 30 രാവിലെ അറ്റാക്ക് വരികയും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അവിടെയും ദൈവം പ്രവർത്തിച്ചു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ ഒബ്സർവേഷൻ നിർത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയ സീനിയർ ഡോക്ടർ. ഇതിക്ക് മുമ്പ് ഒരു ചെറിയ പ്രശ്നം വന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് പോരാമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് സീനിയർ ഡോക്ടർ അവിടെ വരുന്നു. സീനിയർ ഡോക്ടർ വന്നപ്പോൾ പുള്ളി ബെഡിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അദ്ദേഹത്തിന് വേദനയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ വേഗം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്, ആൾക്ക് ഒട്ടും കുറവില്ല, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ ഒന്നുകൂടി റിപ്പീറ്റ് ECG പറഞ്ഞു. ECG പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു നേരെ ആസ്റ്ററിലേക്ക് പോയിക്കോളൂ, കാരണം ആൾക്ക് അറ്റാക്കായിട്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ ഞങ്ങളെ ആസ്റ്ററിലെത്തിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവായിരുന്ന എല്ലാ റിസൾട്ടുകളും അവിടെ ചെല്ലുമ്പോൾ പോസിറ്റീവായി, ട്രോപ്പയൊക്കെ ഹൈ ആകുന്നു, ECGയിൽ ഹൈ വേരിയേഷൻസ് വരുന്നു, നേരെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് മാതാവിൻ്റെ ഇടപെടൽ. കാരണം 1 മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത് നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അതിന് ഓരോ പ്രാവശ്യം ICUയിൽ കയറുമ്പോഴും ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുകയും കാശരൂപം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ കഴിയുകയും ചെയ്തു. ഞാൻ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ടും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരും ICUയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം അവർ ICUയിൽ എന്നോടൊപ്പം കയറുമ്പോൾ ഞാൻ ഈ തൈലവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് ആ കുട്ടി സംസാരിച്ചു. കാരണം അതുവരെ സംസാരിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്യാതിരുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം പത്രം കൊടുക്കുകയും പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. പറ്റുമെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചു. ഒക്ടോബറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്നു. നവംബറിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്നു നമ്മുടെ സ്ഥാപനത്തിൽ അവരായിട്ടൊന്ന് സംസാരിക്കുക. കാരണം നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ് അവർ. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്. ചിലപ്പോൾ അതുവരെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ പറഞ്ഞതിൻ്റെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് അവർ അതിക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന് ജോലി ഇതൊന്നിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് നോക്കാം, തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ, ഇവിടെ നിന്നാണോ അദ്ദേഹം ഇറങ്ങിയത്, ആ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അതിനുശേഷം വളരെ ഞാൻ പറഞ്ഞു വളരെ അത്രയും സങ്കടത്തോടുകൂടി വന്ന ഞാനിന്ന് കുടുംബമായിട്ടാണ് ഈ ആൾത്താരയുടെ മുൻപിൽ നിന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മകൾ ഗോപിക ഇപ്പോൾ തൃശ്ശൂർ LLB ലോ കോളേജിൽ LLBക്ക് പഠിക്കുന്നു. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും. കാരണം നമുക്കൊരു പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് വളരെ കോസ്റ്റ്ലിയാണ്. LLBക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. പക്ഷെ അവളുടെ ഒരു ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ അവളും ഉടമ്പടി എടുത്തിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട ഇനി അങ്ങോട്ട്, കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അവൾക്കതൊരു വിഷമം ഉണ്ടെന്ന് ഞാൻ ഓർത്ത് സാരമില്ല, എൻട്രൻസ് എഴുതുക. അപ്പോൾ ഒരു കോച്ചിങ്ങിന് പോലും വിടാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു എറണാകുളം ലോ കോളേജിൽ. അതിനാണ് അവളൊരു 3 മന്ത്സോളം അവൾ കോച്ചിങ്ങിന് പോകുന്നതും. അവൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1000 സംതിങ് ആണ് അവളുടെ റാങ്ക്. ആ റാങ്ക് വെച്ച്
കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം 850 റാങ്ക് വരെയാണ് ഗവൺമെൻറ് ലോ കോളേജുകളിൽ. കേരളത്തിലാകെ 4 ഗവൺമെൻറ് ലോ കോളേജ് മാത്രമേ ഉള്ളൂ. അവളുടെ റാങ്ക് വെച്ച് ഒരു കാരണവശാലും ലോ കോളേജിൽ കിട്ടില്ല. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്തൊരു എയ്ഡഡ് കോളേജാണ്, എന്നാലും ഗവൺമെൻറ് ഫീസ് നമ്മൾ കൊടുക്കണം. അതും ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തോ. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും പഠിക്കാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, എൻ്റെ ജോലി, ഞാനൊരു അധ്യാപികയാണ്, അപ്പോൾ നമുക്കത് സാധിക്കും എന്ന രീതിയിൽ അവളത് ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് എനിക്ക് പഠിക്കേണ്ട, ഗവൺമെൻറ്റിലല്ലാതെ എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അതിന് എക്സാമിന് പോണ സമയത്ത് തന്നെ അവൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് അവൾ എക്സാമിന് പോയത്. അപ്പോൾ 1200 റാങ്ക് വന്നപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു, നീ മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, സാരല്ല, മാതാവ് അത് നോക്കും, മാതാവിനൊരു നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും, അതായിരിക്കും മാതാവ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, മൊബൈലിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രെയർ റൂമിലേക്കാണ് ചെന്നത്. പ്രെയർ റൂം എന്നല്ല, ഞങ്ങളൊരു റൂമിലാണ് പ്രെയറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ചെന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ട്രയലിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല 1200 റാങ്കിൽ അവിടെ കിട്ടും. കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോപ്പുമില്ല. അത് മാതാവ് കൊടുത്ത സമ്മാനമാണ്. അത് ഞാൻ എപ്പോഴും പേടിയായിരുന്നു. ഫസ്റ്റ് ട്രയലാണല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അവൾക്ക് തൃശ്ശൂർ ലോ കോളേജിൽ തന്നെയാണ് കിട്ടിയത്. അവൾ തൃശ്ശൂരാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കാൻ. പോക്ക് വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സാക്ഷ്യം പറയാനും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ. ഞങ്ങൾ പറഞ്ഞു, ഒരുപാട് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കുറേയൊക്കെ ഹസ്ബൻഡ് റോങ് ആയിട്ട് വരുന്നതിന് എൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു, പൂർണ്ണമായിട്ടല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു 100% എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ 70% എന്നിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും, കാരണം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് വളരെ ഹാഷായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് അവരോട് മറ്റത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, അറിവില്ലാത്തത് കൊണ്ടാവാം. അത് പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റത് അങ്ങനെയായിരുന്നില്ല, ഞാൻ കുറച്ച് ഡോമിനൻസ് പവറായിരുന്നു. എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറേയെല്ലാം താഴാൻ പൂർണ്ണമായിട്ട്, ഞാൻ ഒന്നുകൂടി പറയുന്നു, മാതാവിൻ്റെ മുമ്പിൽ ഇനിയും എളിമപ്പെടാനുണ്ട് ഒത്തിരി. എനിക്ക് അത് എളിമപ്പെടും. കാരണം ഇനി ഉടമ്പടിയിലായിരിക്കും, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മാതാവിന് വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് അതിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പറയുകയും അതുവഴി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പത്രവും ഉപ്പൊക്കെ എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് ചുറ്റുമുള്ളത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ ഒത്തിരി എനിക്ക് ചെയ്തിട്ടില്ല, കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ എന്നാലാവുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഉപരി എൻ്റെ മുന്നിൽ വരുന്നവരോട് ഒരു നല്ല വാക്ക് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മാധവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബൈബിൾ വായന, എനിക്കിപ്പോൾ ബൈബിൾ എനിക്കൊരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസ് ടോക്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. കാരണം ചുമ്മാ ഗോസിപ്പും അതുപോലെ സംസാരിക്കാനാണ് ഞാൻ സമയം ചെലവഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ബസ്സിലാണെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപമാല, അത് കയ്യിൽ ജപമാല ഇല്ലെങ്കിൽ പോലും ജപമാല ചൊല്ലുകയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്തിടുകയും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അതിൽ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് കയറാനും, അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ആ ജപമാല ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. ബാക്കിയെല്ലാം ദൈവം എനിക്ക് ബോണസായിട്ട് തന്നതാണ്. ദൈവത്തെ കൂടുതൽ അറിയാനും ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ എനിക്കിതുപോലെ മാതാവിൻ്റെ മുമ്പിൽ ചേർത്ത് നിർത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്നും
ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. എൻ്റെ പേര് ലോജിന ലോനായി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ഇടവകാംഗമാണ്. എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ ഇവിടെ ആദ്യം നിൽക്കുന്നത്. ആദ്യത്തെ ഞാൻ 8/4/2024 ഞാൻ ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. അന്ന് ഞാനിവിടെ വന്നത് വളരെയധികം വിഷമത്തിലാണ്. കാരണം എൻ്റെ ജോലിയാണ് ഏറ്റവും വലിയ ഒരു ഇതായിട്ട് വന്നത്. എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്കൊരു ഗവൺമെൻറ് ജോലി ദൈവം തരികയും ക്ലാസ് 4 ജീവനക്കാരിയായിട്ടാണ് ജോലിയിൽ എനിക്ക് കിട്ടിയത്. FTM ആയിട്ടായിരുന്നു. പക്ഷേ FTMൽ 6 കൊല്ലത്തോളം ഞാൻ ജോലി ചെയ്തെങ്കിലും അവസാനം പിയൂണിൻ്റെ ഒരു പോസ്റ്റ് വന്നപ്പോൾ അതിൽ ക്വാളിഫിക്കേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഡിഗ്രി എന്നുള്ള ക്വാളിഫിക്കേഷൻ കൂടുതലായതുകൊണ്ട് ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി ലോണുകളും പൈസകളൊക്കെ അതിന് ചിലവാക്കി ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകാരണം കൊണ്ട് വളരെയധികം വിഷമത്തിൽ ഇനിയൊരു ജോലിയില്ല, 15 ദിവസത്തിനുള്ളിൽ ജോലിയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞാണ് എനിക്ക് എൻ്റെ മേലധികാരി കടലാസുകൾ തന്നത്. അത് വെച്ചാണ് ഞാനിവിടെ വന്നതും ഉടമ്പടി എടുത്തതും. ആ ഉടമ്പടിയിൽ വളരെ വിശ്വസ്തയോടെ എനിക്ക് നിലനിൽക്കാനും സാധിച്ചു. ഞാൻ ആ ഉടമ്പടിയിൽ തന്നെ 90 ദിവസം പൂർത്തീകരിക്കുന്ന ദിവസമാണ് എനിക്ക് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ഓർഡർ ലഭിക്കുകയും അതെൻ്റെ ജീവിതത്തിൽ ആ കൃപാസന മാതാവിനെ ഒത്തിരി വിശ്വസിക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇടവന്നു. ഒന്നും കൂടിയും അതുപോലെ തന്നെ എൻ്റെ ആ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും കൃത്യം 90-ാം ദിവസം ഉടമ്പടിയിൽ നിന്ന് സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയും ഞാനിപ്പോൾ ഈ ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജോലിയിൽ എനിക്ക് ഇനി പ്രൊമോഷന് വേണം, അതും മാതാവ് എനിക്ക് തരുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകനാണ്. എൻ്റെ മകന് വളരെ പഠനത്തിൽ വളരെ മോശമാണവൻ. എന്നിരുന്നാലും അവൻ SLCയും +2 ഒക്കെ പാസ്സായിട്ടുണ്ട്. അതുപോലെ തന്നെ ITAക്ക് അവന് കമ്പ്യൂട്ടർ ആൻഡ് സ്റ്റെനോഗ്രാഫിയാണ് അവൻ എടുത്തത്. അത് വളരെയധികം ബുദ്ധിമുട്ട്. ആദ്യം വിചാരിച്ചു അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം വന്നപ്പോൾ അവനത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെ പാസ്സാകുമെന്ന് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടിയിരുന്നില്ല. കാരണം തന്നെ എഴുതണം, അതിന് നമുക്കറിയാം സ്റ്റെനോഗ്രാഫിയിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഞാൻ മാതാവിനോട് അവനോട് പറഞ്ഞു, മോനെ നീയും ഉടമ്പടി എടുക്കുക, നമുക്ക് 2 പേർക്കും ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനും അവനും ഉടമ്പടിയിൽ രണ്ടാമതും വന്നപ്പോഴും നിയോഗം വെച്ച് അത് പ്രാർത്ഥിച്ചു. അവൻ്റെ റിസൾട്ട് ഈ അടുത്ത ദിവസം തന്നെ വരികയും അവൻ അതിൽ നല്ല മാർക്കോടുകൂടി പാസ്സാകുകയും ചെയ്തു. അതുപോലെ തന്നെ അവന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും വലിയൊരു സംരക്ഷണം കൃപാസനം ഉടമ്പടിയിൽ ആയിരുന്നപ്പോൾ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ടായി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കണ്ണിൻ്റെ മിണ്ടയിൽ എനിക്ക് ഒരു കുരു വരികയും ആ കുരു ഞാൻ ഒരു സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് അത് കീറി കളയണം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മാതാവിൻ്റെ ഇതിൽ വിശ്വസിച്ച് ആ കണ്ണിൻ്റെ മിണ്ടയിൽ എണ്ണ നമ്മുടെ ഉടമ്പടി തൈലം പൂശി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായി ആ കണ്ണിലെ കുരു എൻ്റെ മാറി കിട്ടുകയും പ്രത്യേകം ദൈവം എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ മറ്റുള്ളവർക്ക് എന്നെക്കൊണ്ട് സാധിക്കുന്നത് ക്ലാസ് 4 ജീവനക്കാരിയായിരുന്നിട്ട് വളരെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് നമ്മുടെ പിടുത്തമൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നതും. എന്നിരുന്നാലും അതിൽ നിന്ന് ഒരു ദശാംശം പോലെ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിന് മാസാവസാനം വരുമ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലും അതും ദൈവം അങ്ങനെ കൊടുക്കുന്തോറും നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത് പോലെ അതെനിക്കിപ്പോഴും ഏത് രീതിയിലായാലും എനിക്ക് പൈസ ലഭിക്കാറുണ്ട്. എനിക്ക് ഒരു മുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്നും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും അതുപോലെ തന്നെ 5:30-ക്കുള്ള നമ്മുടെ അനുദിന പ്രാർത്ഥന കേൾക്കുകയും അച്ഛൻ പറയുന്ന ക്ലാസ് മുടങ്ങാതെ കേൾക്കുകയും ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല സ്കൂളുകളിലാവുമ്പോൾ നമുക്കറിയാം കുട്ടികളില്ലാത്ത ദിവസം നന്നായി ക്ലീനിങ്ങും അങ്ങനെയുള്ള ജോലികളും ഉണ്ട്. ആ സമയത്ത് എനിക്ക് ഇയർഫോൺ വെച്ച് ഞാൻ എൻ്റെ ജോലിയിൽ ആ ധ്യാനം കേൾക്കുന്നത്
അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതും എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ശക്തി എനിക്ക് ലഭിക്കാറുണ്ട് ആ ധ്യാനം കേൾക്കുമ്പോൾ. അതിൽ നിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ പല ആളുകളും ഉയർന്ന ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് എന്നുള്ള കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ക്ഷമിക്കുവാനും മറ്റുള്ളവരുടെ വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും അത് ക്ഷമിച്ച് അടുത്ത ദിവസം തന്നെ അവരോട് സംസാരിക്കാൻ ഞാൻ പരിശ്രമിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് ദൈവം എനിക്ക് തന്നത്. പിന്നെ നമുക്ക് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനമാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നതും അത് എപ്പോഴും എൻ്റെ മനസ്സിൽ പറയുകയും അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളുടെ ബൈബിൾ വായന ഞാൻ ഒരിക്കലും മുടക്കും. ഞാൻ വളരെയധികം വിഷമിച്ചിരിക്കുമ്പോഴും ബൈബിളിലെ വചനം ഞാൻ എടുത്തു നോക്കും. എന്തുകൊണ്ടാണ് എനിക്ക് ജ്ഞാനം തന്നത് എന്ന് ഓർക്കും. പക്ഷേ എന്നും എനിക്ക് ലഭിക്കുന്ന വചനം ജ്ഞാനത്തെ പറ്റിയാണ്. അത് ഒത്തിരി അതിൽ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പ്രത്യേകം എല്ലാ അനുഗ്രഹങ്ങളും ദൈവം ഇനിയും എനിക്ക് തരുമെന്നും ഞാൻ ജോലിയിൽ വീണ്ടും സ്ഥിരതയോടുകൂടി പ്രൊമോഷൻ ലഭിച്ച് ഇനി എനിക്ക് നന്ദി പറയാൻ ഒരവസരം മാതാവ് തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു.